കട്ടപ്പന ടൗണിൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് ആക്ഷേപം. കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാൻ വൈകുകയാണ്. കട്ടപ്പന ഡിവിഎസ്പി ഓഫീസിന് സമീപമാണ് ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത്. 2 മാസത്തിൽ അധികമായി ഇങ്ങനെ കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കാൻ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസം തോറും പാഴായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബന്ധപ്പെട്ടവർ കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കാൻ വൈകുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് പൈപ്പുകൾ പൊട്ടുന്നതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് ഇത്രയും മുനിസിപ്പാലിറ്റിയുടെ ഈ മുന്നിൽ തന്നെ ഇത്രയും കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അതോറിറ്റി വരുന്നതാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ വരുന്നതാണെങ്കിലും ഇത്രയും രൂക്ഷമായ വെള്ള പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന ഈ സമയത്ത് പോലും ഇത്രയും അലക്ഷ്യമായിട്ട് ഇത്രയും വെള്ളം പാഴാക്കി കളയുന്നത് ഒട്ടും നല്ലൊരു പ്രവണതയല്ല. 1 വർഷം മുമ്പ് ഇതേ പദ്ധതിയുടെ പൈപ്പ് ഗാന്ധി സ്ക്വയറിന് മുന്നിൽ പൊട്ടി റോഡ് തകർന്നിരുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അത് പരിഹരിച്ചത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോയിട്ടും ബന്ധപ്പെട്ടവർ ഉറക്കം നൽകുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.